മേ, മൈറ്റ് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്. എവിടെയാണ് നമ്മൾ മേ അതുപോലെ മൈറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മേ എന്ന് പറയുന്ന വേർഡിൻ്റെ ഉപയോഗമാണ്. എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഏതെങ്കിലും തരത്തിലുള്ള പോസിബിലിറ്റിയെക്കുറിച്ച് പറയാനാണ് നമ്മൾ സാധാരണ മേ ഉപയോഗിക്കാറുള്ളത്. പോസിബിലിറ്റി അല്ല, എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐ മേ സീ ഹിം ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നാളെ അവനെ കണ്ടേക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചേക്കും എന്ന് പറയാനാണ് നമ്മൾ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് പറയാനാണ് മേ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇന്ന് മഴ പെയ്തേക്കും, ഇന്ന് മഴ പെയ്തേക്കും. ഇറ്റ് മേ ബി ട്രൂ, അത് സത്യമായേക്കും അല്ലേ, ആയേക്കും, സംഭവിച്ചേക്കും, ഇങ്ങനെ സംഭവിച്ചേക്കും എന്ന് പറയാനുള്ള പോസിബിലിറ്റി പറയാനാണ് ഏറ്റവും ലളിതമായി മേ ഉപയോഗിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐ മേ, ഇറ്റ് മേ, ഐ മേ, ഇറ്റ് മേ, ഹീ മേ കം, ഷീ മേ കം, അങ്ങനെ. എന്നാൽ എന്തായിരിക്കും അതിൻ്റെ രണ്ടാമത്തെ ഉപയോഗം നോക്കാം. ഗിവിങ് പെർമിഷൻ. മേ വെച്ചുകൊണ്ട് നമുക്ക് പെർമിഷൻ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ക്യാനിൻ്റെ കാര്യത്തിൽ പെർമിഷൻ കൊടുക്കാനും പെർമിഷൻ ചോദിക്കാനും ക്യാൻ ഉപയോഗിക്കാം. ഉദാഹരണം, യു ക്യാൻ കം ഹിയർ, നിനക്ക് ഇങ്ങോട്ട് വരാം എന്നുള്ളത് പെർമിഷൻ കൊടുക്കല, ഗിവിങ് പെർമിഷനാണ്. ക്യാൻ ഐ കം ദെയർ എന്ന് ചോദിക്കുന്നത് ആസ്കിങ് പെർമിഷനാണ്. അപ്പോൾ ക്യാൻ വെച്ചിട്ട് ഗിവിങ്ങും അതുപോലെ ആസ്കിങ്ങും, പെർമിഷൻ, ഗിവിങ് പെർമിഷൻ, ആസ്കിങ് പെർമിഷൻ നടത്താം എന്ന് പറഞ്ഞ പോലെ മേ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം യു മേ ഗെറ്റ് ഇൻ, നിങ്ങൾക്ക് അകത്തേക്ക് വരാം, പെർമിഷൻ കൊടുക്കാം, ഗിവിങ് പെർമിഷൻ. യു മേ ഗോ ഹോം നൗ, നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ പോകാം. യു മേ ടേക്ക് ഇറ്റ്, നിങ്ങൾക്കിത് എടുക്കാം. അപ്പോൾ മേ വെച്ചുകൊണ്ട് നമുക്ക് പെർമിഷൻ നൽകാൻ സാധിക്കും. അതേപോലെ തന്നെ ചോദിക്കാനും സാധിക്കും, ആസ്കിങ് പെർമിഷൻ. മേ ഐ കം ഇൻ, നമ്മൾ ക്യാൻ ഐ കം ഇൻ എന്ന് ചോദിച്ചിട്ടില്ലേ മുമ്പ്, ക്യാൻ ഐ വെച്ചിട്ട്. അതേപോലെ മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. മേ ഐ സ്പീക്ക് നൗ, ഞാനിപ്പോൾ സംസാരിച്ചോട്ടെ. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. മേ ഐ സിറ്റ് ഹിയർ. അപ്പോൾ മനസ്സിലായില്ലേ, പെർമിഷൻ, ഗിവിങ് പെർമിഷന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ മേ ഉപയോഗിക്കാം. ആസ്കിങ് പെർമിഷന് ക്യാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ മേയും ഉപയോഗിക്കാം. ഇനി നമുക്ക് നോക്കാം, അങ്ങനെ സംഭവിക്കട്ടെ, ഗിവിങ് വിഷസ് കൊടുക്കാൻ, അതിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ മേയുടെ മറ്റൊരു പ്രത്യേകത. മറ്റു വാക്കുകളൊന്നും നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യാറില്ല. ഉദാഹരണം, നീ എപ്പോഴും സന്തോഷവാനായിരിക്കട്ടെ, മേ യു ബി ഹാപ്പി ഓൾവേസ്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടട്ടെ, മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ജീവിതത്തിൽ വിജയിക്കട്ടെ, മേ യു സക്സീഡ് ഇൻ യുവർ ലൈഫ്. ഇങ്ങനെ നമുക്ക് മേ വെച്ചുകൊണ്ട് എന്തെല്ലാം വിഷസ് പറയാൻ സാധിക്കും, ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ വിഷസ് നൽകാൻ വേണ്ടി, ഗിവിങ് വിഷസിന് വേണ്ടി മേ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് മേ കൊണ്ടുള്ള ഉപയോഗമെങ്കിൽ മൈറ്റ് കൊണ്ടും ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട്.